ഒരാളെ HIV പോസിറ്റീവ് എന്ന് പറയണമെങ്കിൽ അല്ലെങ്കിൽ HIV നെഗറ്റീവ് എന്ന് പറയുന്നു പോസിറ്റീവ് എന്നല്ലെങ്കിൽ HIV നെഗറ്റീവ് എന്ന് പറയണമെങ്കിലും ഈ പറയുന്ന 3 പ്രിൻസിപ്പിളിലൂടെ കടത്തിവിട്ടാണ് നമ്മൾ അവരെ ഈ പറയുന്ന ശരിയായ ആൾക്കാരെ കണ്ടുപിടിക്കുന്നത്. എല്ലാ മെഡിക്കൽ കോളേജുകളിലുമാണ് ഈ പുലരി സെൻറ്റേഴ്സ് നിലവിൽ പ്രവർത്തിക്കുന്നത്. മെഡിക്കൽ ഓഫീസറിൻ്റെ കീഴിൽ ഒരു കൗൺസിലറാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഏതെങ്കിലും HIV ലൈംഗിക രോഗ പരിശോധന അത്യാവശ്യമാണെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള ICTCയിലോ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ തന്നെ ലാബിലാണ് ഈ പരിശോധനകൾ നടക്കുന്നത്. HIV പരിശോധന സംബന്ധിച്ച് നമ്മുടെ 5C വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് കൺസെൻറ്റ് നിർബന്ധം. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്ന വേറൊരു ഫാക്ടറുണ്ട്. നമ്മുടെ ഡേറ്റയും നമ്മുടെ സേവന കേന്ദ്രത്തിൽ വരുന്ന എല്ലാവർക്കും തന്നെ എല്ലാവരുടെ ഡേറ്റകളും വളരെ സുരക്ഷിതമായി നമ്മൾ സൂക്ഷിക്കാറുണ്ട്. കോൺഫിഡൻഷ്യലാണ് ഡേറ്റകൾ എല്ലാം. അതുപോലെ തന്നെ കൗൺസിലിംഗ് പ്രധാനമാണ്. കൗൺസിലിംഗ് നമ്മുടെ NACP ഫെസിലിറ്റീസ് എല്ലാം ICTC ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങളിലും കൗൺസിലിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. എൻ്റെ പേര് സുരേഷ് കുമാർ എന്നാണ്. ഞാൻ ബേസിക് സർവീസ് ഡിവിഷൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. നമ്മുടെ ബേസിക് സർവീസ് ഡിവിഷൻ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് HIV കൗൺസിലിംഗ് ആൻഡ് ടെസ്റ്റിംഗ് സെൻറ്റേഴ്സിൻ്റെ ടോട്ടൽ മാനേജ്മെൻറ്റാണ് ഈ ഡിവിഷൻ്റെ ഭാഗമായിട്ട് വരുന്നത്. കേരളത്തിൽ 90ഓളം സ്ഥാപനമുണ്ട്. 90 സ്റ്റാൻഡ് അലോൺ ICTC എന്ന് പറയും. കൺഫർമേറ്ററി ഫെസിലിറ്റീസാണ്. HIV കൺഫേം ചെയ്യുന്ന സെൻറ്റേഴ്സാണ്. നമ്മൾ മലയാളത്തിൽ ജ്യോതി സെൻറ്റേഴ്സ് എന്നാണ് പറയുന്നത്. മെയിൻലി നമ്മുടെ മെഡിക്കൽ കോളേജുകൾ, ജനറൽ ആശുപത്രി, അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രികളിലാണ് കൺഫർമേറ്ററി ഫെസിലിറ്റീസ് ഉള്ളത്. നിലവിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 90 സ്ഥാപനങ്ങളാണുള്ളത്. ഇത് കൂടാതെ തന്നെ നമ്മുടെ സ്ക്രീനിങ് സൈറ്റുകളുണ്ട്. അത് 800 പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ 675 ഗവൺമെൻറ് സ്ക്രീനിങ് സൈറ്റുകളും നമ്മുടെ സാക്സിൻ്റെ കീഴിൽ എന്ന് പറയുമ്പോൾ ഡാറ്റ ഷെയർ ചെയ്യുന്ന ഫെസിലിറ്റീസാണ്. അപ്പോൾ മെയിൻലി നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് HIV കൗൺസിലിംഗ് ആൻഡ് ടെസ്റ്റിംഗ് ആണ്. നമുക്കറിയാം നമ്മുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ കണ്ടുപിടിക്കുക, കൂടാതെ HIV എയ്ഡ്സിനെ കുറിച്ചുള്ള ബേസിക് ഇൻഫർമേഷൻ കൊടുക്കുക. ഇനി ഇൻഫെക്റ്റഡ് ആളാണ് അല്ലെങ്കിൽ HIV ബാധിതനാണ് എന്ന് കണ്ടുപിടിച്ചാൽ തന്നെ അവരെ എത്രയും പെട്ടെന്ന് ശരിയായ രീതിയിൽ അവരെ രോഗ ചികിത്സയ്ക്കായിട്ട് ART സെൻറ്ററിൽ ലിങ്ക് ചെയ്യുക എന്നുള്ള ആണ് മെയിനായിട്ട് 3 ഫംഗ്ഷനായിട്ട് വരുന്നത്. നമ്മുടെ ഫെസിലിറ്റീസിൽ മെയിൻലി കൗൺസിലറും ഒരു ലാബ് ടെക്നീഷ്യനുണ്ട്. മെഡിക്കൽ ഓഫീസറിൻ്റെ കീഴിലാണ് ഈ സ്ഥാപനം അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. കൗൺസിലിംഗ് പാർട്ടും അതുപോലെ തന്നെ ലാബ് ടെക്നീഷ്യൻ ലാബിൻ്റെ ടെസ്റ്റിംഗ് പാർട്ടുമാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ കേന്ദ്രങ്ങളെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, മലയാളത്തിൽ ജ്യോതി സെൻറ്റേഴ്സ് എന്നാണ് പറയുന്നത്. സേവനങ്ങളായിട്ട് വരുന്നത് കൗൺസിലിംഗ് ആണ്. പ്രീ ടെസ്റ്റ് കൗൺസിലിംഗ്, പോസ്റ്റ് ടെസ്റ്റ് കൗൺസിലിംഗ് മെയിൻലി അതാണ്. അത് കഴിഞ്ഞാൽ ഇവർ കൺസെൻറ്റ് എടുക്കാറുണ്ട്. സമ്മതത്തോടു കൂടിയാണ് ടെസ്റ്റിങ്ങിന് നമ്മൾ വിധേയരാക്കുന്നത്. HIV പരിശോധനയ്ക്ക് നമുക്കറിയാം കൺസെൻറ്റ് നിർബന്ധമാണ്. HIV പരിശോധന സംബന്ധിച്ച് നമ്മുടെ 5C വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് കൺസെൻറ്റ് നിർബന്ധം. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്ന വേറൊരു ഫാക്ടറുണ്ട്. നമ്മുടെ ഡേറ്റയും നമ്മുടെ സേവന കേന്ദ്രത്തിൽ വരുന്ന എല്ലാവർക്കും തന്നെ എല്ലാവരുടെ ഡേറ്റകളും വളരെ സുരക്ഷിതമായി നമ്മൾ സൂക്ഷിക്കാറുണ്ട്. കോൺഫിഡൻഷ്യലാണ് ഡേറ്റകൾ എല്ലാം. അതുപോലെ തന്നെ കൗൺസിലിംഗ് പ്രധാനമാണ്. കൗൺസിലിംഗ് നമ്മുടെ NACP ഫെസിലിറ്റീസ് എല്ലാം ICTC ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങളിലും കൗൺസിലിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. പിന്നെ ടെസ്റ്റ് റിസൾട്ട് ശരിയായ രീതിയിൽ ടെസ്റ്റ് റിസൾട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. കൂടാതെ തന്നെ അടുത്ത സേവന കേന്ദ്രത്തിലേക്ക് പോസിറ്റീവ് ആണെങ്കിൽ ART ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിലേക്ക് ലിങ്ക് ചെയ്യുന്നു എന്നുള്ളത് അങ്ങനത്തെ 5C എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ജ്യോതി സെൻറ്റേഴ്സിൻ്റെ സേവനങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു, കൗൺസിലിംഗ് ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. അവരുടെ സമ്മതത്തോടു കൂടി HIV ടെസ്റ്റിങ്ങിന് വിധേയമാക്കുന്നു. HIV പോസിറ്റീവ് ആണെങ്കിൽ അവരെ ART ഫെസിലിറ്റിയിലോട്ട് ലിങ്ക് ചെയ്യുന്നു. HIV നെഗറ്റീവ് ആണെങ്കിൽ കൂടി ഇവരെ 3 മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 6 മാസത്തിലൊരിക്കൽ ഇവരെ ഫോളോ അപ്പ് ടെസ്റ്റിങ്ങിനായിട്ട് നമ്മൾ വിധേയരാക്കാറുണ്ട്. അത് HIV നെഗറ്റീവായിട്ടുള്ള അഡ്രസ്കിലുള്ള നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെയാണ്. തുടർന്ന് നമ്മുടെ ഈ വരുന്ന ഒരു സേവനം എന്ന് പറയുന്നത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളെ എല്ലാവരെയും നമ്മുടെ പ്രോട്ടോകോൾ പ്രകാരം ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ HIV പരിശോധനയ്ക്ക് വിധേയരാക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ പരിശോധനയിൽ വന്ന് പോസിറ്റീവ് ആവുന്ന ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് ശരിയായ പരിചരണം കൊടുക്കുക എന്നുള്ളത് ICTCയുടെ ഒരു ധർമ്മമാണ്. കൂടാതെ ഗർഭകാലത്ത് വേണ്ട ആരോഗ്യ പരിചരണങ്ങൾ കൊടുക്കേണ്ടതും ഈ പറയുന്ന ICTCയിലൂടെയാണ്.
ഗർഭിണിയായിട്ടുള്ള സ്ത്രീ ഈ പറഞ്ഞ പോലെ പ്രസവ സമയത്ത് കുട്ടികളെ നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള കുട്ടികളെന്നാണ് പറയുന്നത്, HIV എക്സ്പോസ്ഡ് ഇൻഫൻസ് എന്നാണ് പറയുന്നത്. ആ കുട്ടികൾക്ക് വേണ്ടിയുള്ള പരിശോധനകളും അതുപോലെ തന്നെ സേവനങ്ങളും ICTC നടത്തി വരുന്നു. കൂടാതെ ലിങ്ക് ART എന്ന് പറയുന്ന ഈ പറയുന്ന PLHIV ഡിറ്റക്ട് ചെയ്യപ്പെട്ടിട്ട് നേരത്തെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള HIV പോസിറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ചികിത്സ അവരുടെ സേവനങ്ങൾ കൂടെ നമ്മുടെ ICTC ലിങ്ക് ART എന്നുള്ള ഫെസിലിറ്റി വഴി നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ കോണ്ടം പ്രൊമോഷൻ ഉണ്ട്, കൗൺസിലിംഗ് ഉണ്ട്, ഈ പറഞ്ഞ പോലെ അവയർനെസ് ജനറേഷൻ ആക്ടിവിറ്റീസ് ഉണ്ട്, ഔട്ട്റീച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. HIV എന്ന് പറയുന്നത് HIV ടെസ്റ്റ് മാത്രമല്ല, ഈ പറയുന്ന ലൈംഗിക രോഗങ്ങൾ, ഹെപ്പറ്റൈറ്റിസ്, TB ഇവയ്ക്കുള്ള എല്ലാ പരിശോധനയും ICTC സേവന കേന്ദ്രം വഴി നമ്മൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒന്ന് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ശരിയായ രീതിയിൽ ആളുകൾക്ക് എവിടെയാണ് HIV പരിശോധന നടത്തേണ്ടതുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ശരിയായ ഗ്രാഹ്യം ഇന്നും ആളുകൾക്ക് അറിഞ്ഞൂടാ എന്നുള്ളതാണ്. നമ്മുടെ എല്ലാ ഫെസിലിറ്റിയിൽ ഇപ്പോൾ ഗവൺമെൻറ് ഫെസിലിറ്റിയിൽ എവിടെ പോയാലും നമുക്ക് HIV സ്ക്രീനിങ് ഉണ്ട്. പക്ഷേ നമ്മുടെ കൺഫർമേറ്ററി ഫെസിലിറ്റിയിൽ 3 പ്രിൻസിപ്പിളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരാളെ HIV പോസിറ്റീവ് എന്ന് പറയണമെങ്കിൽ അല്ലെങ്കിൽ HIV നെഗറ്റീവ് എന്ന് പറയുന്നു, പോസിറ്റീവ് എന്ന് അല്ലെങ്കിൽ HIV നെഗറ്റീവ് എന്ന് പറയണമെങ്കിലും ഈ പറയുന്ന 3 പ്രിൻസിപ്പിളിലൂടെ കടത്തിവിട്ടാണ് നമ്മൾ അവരെ ഈ പറയുന്ന ശരിയായ ആൾക്കാരെ കണ്ടുപിടിക്കുന്നത്. ഈ പറയുന്ന ആളുകളെ ശരിയായ പോസിറ്റീവ് ആണ് എന്ന് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ എത്രയും പെട്ടെന്ന് ART ലിങ്ക് ചെയ്യുകയും അവരുടെ ഫോളോ അപ്പ് സർവീസ് നമ്മൾ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞു, എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഇൻഫൻറ്റ് അവർക്കെന്ന് പറഞ്ഞാൽ 3 ടെസ്റ്റിംഗ് നിർബന്ധമാണ്. 6 ആഴ്ച, 6 മാസം, 12 മാസം, അതുപോലെ തന്നെ 18 മാസം വരെയുള്ള പരിശോധനകൾക്ക് എക്സ്പോസ്ഡ് ആയിട്ടുള്ള കുട്ടികളെയും വിധേയരാക്കുന്നത് ICTC സേവന കേന്ദ്രം വഴിയാണ്. നമ്മുടെ വേറെ ഒരു സേവന കേന്ദ്രമാണ് നമ്മുടെ പുലരി സെൻറ്റേഴ്സ് എന്ന് പറയും. പുലരി സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ DSRC ഡെസിഗ്നേറ്റഡ് STRTI സെൻറ്റേഴ്സ് ആണ്. ഈ പുലരി സെൻറ്റേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈംഗിക രോഗവുമായി വരുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ചികിത്സ, കൗൺസിലിങ്ങും അതുപോലെ ട്രീറ്റ്മെൻറ്റും റെഫറലുമാണ് അതിനകത്ത് വരുന്നത്. എല്ലാ മെഡിക്കൽ കോളേജുകളിലുമാണ് ഈ പുലരി സെൻറ്റേഴ്സ് നിലവിൽ പ്രവർത്തിക്കുന്നത്. മെഡിക്കൽ ഓഫീസറിൻ്റെ കീഴിൽ ഒരു കൗൺസിലറാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഏതെങ്കിലും HIV ലൈംഗിക രോഗ പരിശോധന അത്യാവശ്യമാണെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള ICTCയിലോ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ തന്നെ ലാബിലാണ് ഈ പരിശോധനകൾ നടക്കുന്നത്. പൂർണ്ണമായും ലൈംഗിക രോഗങ്ങളും HIV തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലൈംഗിക രോഗങ്ങൾ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ ഉള്ളതാണ്. പിന്നെ ലൈംഗിക രോഗങ്ങൾ ശരിയായ രീതിയിൽ നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കിയില്ല എങ്കിൽ HIV വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ആയത് കാരണം പുലരി സെൻറ്റേഴ്സിൽ വരുന്ന എല്ലാവർക്കും 100% നമ്മൾ സേവനങ്ങൾ എൻഷുർ ചെയ്യുന്നു. അവിടെ തന്നെ ഈ പറഞ്ഞ മെഡിക്കൽ ഓഫീസറിൻ്റെ സേവനം ലഭ്യമാണ്. ആവശ്യമായിട്ടുള്ള ലാബ് പരിശോധനകളും ലഭ്യമാണ്. അപ്പോൾ ഇത് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. സിൻഡ്രോമിക് മാനേജ്മെൻറ്റ് രീതിയിലാണ് നമ്മൾ ചികിത്സ കൊടുക്കുന്നത്. നമ്മൾ ഈ പറയുന്ന സിംറ്റംസ് നോക്കിയിട്ട് ഉള്ള ചികിത്സയാണ്. വളരെ സൗകര്യപ്രദമായിട്ടുള്ള ചികിത്സയാണ്. രോഗികൾക്ക് ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് ഇത് ചികിത്സിച്ച് ഭേദമാക്കാനും പറ്റുന്നതാണ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.